Good morning. Good morning, teacher. Good morning. വേറെ ആരെങ്കിലും ജോയിൻ ചെയ്യോ? അറിയില്ല ടീച്ചർ ജോയിൻ ചെയ്യുമായിരിക്കും. Okay. So I think sir has completed almost all the topics, right? And he just started question tag, right? Yes, yes. How was your exam? Was good, miss. Okay. Did you write well? Did you answer it well? Yes. Mhm. I have seen that the classes actually, almost all the classes were taken in Malayalam, right? Malayalam. Sir has explained everything in Malayalam, right? Yes, teacher. Um, also doing the same. But I think in between the class we have to speak in English. Otherwise, there is no use of learning all this grammar, right? So I thought today's class, till now, I have been taking the classes in completely in Malayalam. So I thought today I will take the class not completely in English, but almost take the class in English. And if you can't understand anything, um, you may you know you may raise the question or you may ask me in between the class. Okay. So I thought we will continue what Sir has stopped. That is question tag or tag questions. So here I have prepared notes and I will share it with you. So can you see the screen? Yes. Okay. So question tags or tag questions. Do you know when we have to use it? Or what is the purpose of here it is given. The purpose is given here. Stop sharing. Okay, now you tell me what is the purpose of question tags or tag questions? To ask questions to someone. So to ask questions to someone, we can use WH questions, right? ക്വസ്റ്റ്യൻ ടാഗിന്റെ ആവശ്യമില്ലല്ലോ, നമുക്ക് WH ക്വസ്റ്റ്യൻസ് വെച്ച് വാട്ട്, വൈ, വെൻ, ഹൗ എന്നൊക്കെ ചോദിക്കാലോ. ക്വസ്റ്റ്യൻ ടാഗ് അല്ലെങ്കിൽ ടാഗ് ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് നമ്മളത് യൂസ് ചെയ്യാനുള്ള ഒരു പർപ്പസ് അല്ലെങ്കിൽ അതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം കൺഫേം ചെയ്യണം. അതായത് നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് പറയുകയാണ്. ആ സ്റ്റേറ്റ്മെന്റ് ഒരാളെ പറ്റിയാകാം, ഒരാൾ ചെയ്ത കാര്യങ്ങളെ പറ്റിയാകാം. അത് നമ്മൾ പറയുന്നത് എന്താണോ അത് കൺഫേം ചെയ്യാന്നുള്ളതാണ് മെയിൻ ആയിട്ട് അതിന്റെ ഉദ്ദേശം. ഓക്കെ, ഇപ്പൊ ഞാൻ നേരത്തെ റൈറ്റ് എന്ന് പറഞ്ഞിട്ടാണ് എന്താ പറയാ, സർ വാസ് ടേക്കിംഗ് ദ ക്ലാസ്സസ് ഇൻ ഇംഗ്ലീഷ്, റൈറ്റ്. അങ്ങനെ ആ റൈറ്റ് എന്നുള്ള വേർഡ് ഞാൻ യൂസ് ചെയ്ത് വളരെ എന്താ പറയാ ഇൻഫോർമൽ വേയിലാണ് യൂസ് ചെയ്തത്. ആസ്കിങ് റൈറ്റ് ഓർ നോ ഓർ നാ at the end of the sentence or statement, it is actually informal way of asking. അത് ഫോർമൽ ആയിട്ട് നമുക്ക് ആ ഇത് ചോദിക്കുന്നത് അങ്ങനെയല്ലേ എന്ന് ചോദിക്കാനാണ് റൈറ്റ് എന്നുള്ള വേർഡ് നമ്മൾ യൂസ് ചെയ്യുക, അല്ലെ? ഒരു സ്റ്റേറ്റ്മെന്റിന്റെ അറ്റത്തായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ നമുക്കത് ഫോർമൽ ആയിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് അല്ലെങ്കിൽ ടാഗ് ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്യുന്നത്. അതാണ് അതിന്റെ മെയിൻ ആയിട്ട് പേർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് വേറൊരാൾ എഗ്രി ചെയ്യുന്നുണ്ട്, ലിസണർ എഗ്രി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു ആൻസർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതായത് അത് അതെ അല്ലെങ്കിൽ അല്ല എന്നുള്ള രീതിയിൽ ഒരു ആൻസർ എക്സ്പെക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ടാഗ് അല്ലെങ്കിൽ ടാഗ് ക്വസ്റ്റ്യൻ യൂസ് ചെയ്യുന്നു. ഇനി ഇതെങ്ങനെയാണ് ഇത് ക്വസ്റ്റ്യൻ ടാഗ് അല്ലെങ്കിൽ ടാഗ് ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്യുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. കാരണം ഓൾമോസ്റ്റ് നിങ്ങൾ എല്ലാ ടെൻസസും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഡിഫറെന്റ് ടൈപ്സ് സെന്റൻസസ്, ഓക്സിലറി വെർബ്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞതാ.
അതുകൊണ്ട് തന്നെ ഈ ടാഗ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് എന്നുള്ളത് വളരെ ഈസി ആയിരിക്കും നിങ്ങൾക്ക് കോംപ്രിഹെൻഡ് ചെയ്യാനായിട്ട്. അതായത് ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു സെന്റൻസ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സെന്റൻസിൽ ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ ഫോം ചെയ്യുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ ഓർമ്മയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസിലി വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഈസിലി വി ക്യാൻ കോംപ്രിഹെൻഡ് ഇറ്റ്. ഫസ്റ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തന്നിരിക്കുന്ന ഒരു സെന്റൻസ് എടുക്കുമ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ഫോം ചെയ്യാനായിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ മോഡൽ അല്ല നമ്മളത് ആദ്യം തന്നെ സ്റ്റേറ്റ്മെന്റ് പറയാം. ആ സെന്റൻസിന്റെ അറ്റത്ത് ഒരു ഫുൾ സ്റ്റോപ്പ് ആയിരിക്കും നമ്മൾ കൊടുക്കുക അല്ലെ. ആ ഫുൾ സ്റ്റോപ്പ് ആയി തന്നെ നമ്മൾ റൈറ്റ് ചെയ്യുമ്പോഴുള്ള കാര്യം പറയാം, സ്പീക്ക് ചെയ്യുമ്പോഴല്ല, റൈറ്റ് ചെയ്യുമ്പോൾ ഒരു സെന്റൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സെന്റൻസിന്റെ അറ്റത്തുള്ള ഫുൾ സ്റ്റോപ്പ് ആദ്യം നമ്മൾ റിമൂവ് ചെയ്യും. അതിന് പകരം നമ്മളൊരു കോമയാണ് യൂസ് ചെയ്യുക ക്വസ്റ്റ്യൻ ടാഗ് അല്ലെങ്കിൽ ഈ ടാഗ് ക്വസ്റ്റ്യൻ നമ്മൾ ഫോം ചെയ്യുമ്പോൾ. അതിനുശേഷം നമ്മൾ നോക്കേണ്ടത് സെന്റൻസിൽ ഇപ്പോൾ ഓക്സിലറി വേർബ്സ് നിങ്ങൾക്ക് അറിയാലോ. ഓക്സിലറി വേർബ്സ് പഠിച്ചിട്ടുള്ളതല്ലേ? ഓക്സിലറി വേർബ്സ് എന്ന് പറയൂ, ഒരു എക്സാമ്പിൾ ഒന്ന് പറയൂ, ഓക്സിലറി വേർബിന് എക്സാമ്പിൾ. മറന്നുപോയോ പഠിച്ചത് ഓക്സിലറി വേർബ്സ്? Is, are. അതാണ് ഈസ്, ആർ, വാസ്, വർ, ഡു, ഡസ്, ഡിഡ്, ഹാസ്, ഹാവ്, ഹാഡ്. അതേപോലെ നമ്മൾ വിൽ ഉപയോഗിക്കും, ഷാൽ ഉപയോഗിക്കും, അതിന്റെ പാസ്റ്റ് അല്ലെ, പാസ്റ്റ് ഫോംസ് ഉപയോഗിക്കും, ക്യാൻ, അതൊക്കെ ഉപയോഗിക്കുന്നത് അതെല്ലാം ഓക്സിലറി വേർബ്സ് ആണ്. നമ്മൾ ആ സെന്റൻസിൽ ആദ്യം തന്നെ നോക്കേണ്ടത് പറയുന്ന സെന്റൻസ് എന്താണ്, നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് നോക്കുക. നെഗറ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ, ഇപ്പം ഒരു നോട്ട്, NOT, നോട്ട് എന്നുള്ളത് ആ സെന്റൻസിൽ കാണും. അങ്ങനെയല്ല എന്ന് കാണിക്കുന്ന രീതിയിലാണല്ലോ നമ്മൾ ആ സെന്റൻസിൽ നോട്ട് യൂസ് ചെയ്യുക. അപ്പൊ നോട്ട് എന്നുള്ളത് കണ്ടാൽ അതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ഫോം ചെയ്യുമ്പോൾ സെന്റൻസ്, തന്നിരിക്കുന്ന സെന്റൻസ് നെഗറ്റീവിലാണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. അതായത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് വേണം നമ്മൾ എഴുതാൻ. ഇനി ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, so if statement is negative, question tag will be positive, and if statement is positive and question tag will be negative. അതാണ് നമ്മൾ ഏറ്റവും മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അതിനുശേഷം നമ്മളിപ്പോൾ ഒരു പോസിറ്റീവ് ആണ് സ്റ്റേറ്റ്മെന്റ് എന്ന് ആലോചിക്കാം. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത്, ക്വസ്റ്റ്യൻ ടാഗ് ഫ്രെയിം ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ പ്രോനൗൺ ആണ് യൂസ് ചെയ്യുക. ഓക്കെ, പ്രോനൗൺ യൂസ് ചെയ്യുള്ളൂ. ഈ പ്രോനൗൺ എന്ന് വെച്ചാൽ എന്താ? പ്രോനൗൺ പഠിച്ചിട്ടുണ്ടല്ലോ. പ്രോനൗൺ എന്താണ്? Instead of using noun. Words which we use instead of nouns in order to avoid repetition അല്ലെ. എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ഒരാളുടെ പേരോ ഒരു പ്ലേസിന്റെ പേരോ അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ പേരോ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് ഒഴിവാക്കാൻ നമ്മൾ അതിന് പകരം യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് പ്രോനൗൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇപ്പൊ ഒരു ആളുടെ പേരാണ് അവിടെ തന്നിരിക്കുന്നതെങ്കിൽ അത് ജെൻഡർ നോക്കിയിട്ട് ഹിയോ ഷിയോ നമ്മൾ ഇറ്റോ യൂസ് ചെയ്യും അല്ലെ. അതേപോലെ കുറെ പേരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വി യൂസ് ചെയ്യും, യു യൂസ് ചെയ്യും, ദേ യൂസ് ചെയ്യും. അങ്ങനെ മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനത്തെ പ്രോനൗൺ വേണം നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ ടാഗ് ഫ്രെയിം ചെയ്യുമ്പോൾ യൂസ് ചെയ്യാം. ഇനി പ്രോനൗണിന്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യേണ്ട വേറൊന്നാണ് ക്വസ്റ്റ്യൻ ടാഗിൽ, അതാണ് ഓക്സിലിയറി വേർബ്സ്. എപ്പോഴും ക്വസ്റ്റ്യൻ ടാഗിൽ നമ്മൾ ഓക്സിലിയറി വേർബ്സ് ആണ് യൂസ് ചെയ്യുക. അതായത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ എന്താണ്, ചിലപ്പോൾ ഡയറക്ട്ലി ഓക്സിലറി വേർബ് നമുക്ക് കാണാൻ പറ്റും. അതായത് ഡു, ഡസ്, വാസ്, വേർ, ആർ, ഈസ്, ആർ, അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, തന്നിരിക്കുന്ന ആ ഓക്സിലറി വേർബ് നമ്മൾ കണ്ടുപിടിച്ച് ആദ്യം തന്നെ സെന്റൻസിന് ശേഷം ഒരു കോമ ഇടുക. അതിനുശേഷം തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് നോക്കുക. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവിടെ തന്നിരിക്കുന്നത് വോസ് എന്നാണ് തന്നിരിക്കുന്നത് ഓക്സിലറി വെർബ് എന്ന് ആലോചിക്കുക. അങ്ങനെയാണെങ്കിൽ ദെൻ വെൻ വി ഫ്രെയിം ദ ക്വസ്റ്റ്യൻ ടാഗ്, നമ്മൾ യൂസ് ചെയ്യേണ്ട ടാഗ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? വോസ് നമ്മൾ ഇങ്ങനെ എടുക്കുക, അതായത് ആ ഓക്സിലിയറി വേർബ് നമ്മൾ എടുക്കുക. സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ഇടുന്നു പറഞ്ഞു അല്ലേ. അപ്പൊ വേഴ്സിന്റെ കൂടെ വേഴ്സിനെ നെഗറ്റീവ് ആക്കാൻ എന്ത് ചെയ്യും? നോട്ട് ആഡ് ചെയ്യണം. അപ്പൊ നമ്മൾ വാസ് നോട്ട് എന്ന് ഡയറക്റ്റ് എഴുതില്ല, പകരം അടുത്തൊരു കാര്യം നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് ഷോർട്ട് ഫോം ആണ് യൂസ് ചെയ്യുക. ഓക്കെ, ഷോർട്ട് ഫോംസ് ആണ് യൂസ് ചെയ്യുക. അപ്പൊ വാസന്റ്,
ഇപ്പൊ ഡു നോട്ട്, ഡോണ്ട്, ഡിഡ് നോട്ട്, ഡിഡിന്റ്, ക്യാൻ നോട്ട്, കാൺട്ട്, അങ്ങനെ ആ ഷോർട്ട് ആയിട്ട് പറയുന്ന ഫോംസ് ആണ് എപ്പോഴും ക്വസ്റ്റ്യൻ ടാഗിൽ യൂസ് ചെയ്യുക. അപ്പൊ നമ്മൾ വാസ് എടുത്തിട്ട് വാസിനെ നെഗറ്റീവ് ആക്കുന്നു. അപ്പൊ വാസ് നോട്ട് എന്നുള്ളത് വാസിന്റ് എന്ന് വേണം എഴുതാൻ. വാസിന്റിന് ശേഷം തന്നിരിക്കുന്ന സെന്റൻസിലെ സബ്ജക്റ്റ് നോക്കുക. സബ്ജക്റ്റ് ഷീ വാസന്റ്, ഷീ വാസ് സിക്ക് എന്നാണ് തന്നിരിക്കാന്ന് വിചാരിക്കുക. ഷീ വാസ് സിക്ക് എന്നാണ് സെന്റൻസ്. അതൊരു പോസിറ്റീവ് സെന്റൻസ് ആണ് അല്ലെ. സിക്കിന് ശേഷം കോമ ഇട്ടതിന് ശേഷം വാസ് എന്നുള്ളത് ഡയറക്റ്റ് ഓക്സിലറി വെർബ് സെന്റൻസിൽ ഉള്ളത് കൊണ്ട് നമ്മൾ വാസ് എടുക്കുന്നു. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആക്കാൻ നോട്ട് ആഡ് ചെയ്യുന്നു. അപ്പൊ വാസിന്റ് എന്നായി. അതിനുശേഷം ഷീ എന്ന ഓൾറെഡി സബ്ജക്റ്റ് തന്നിട്ടുണ്ട്, പ്രൊനൗൺ ആണ് ഓൾറെഡി തന്നിട്ടുള്ളത്. സോ വി ഡോണ്ട് ഹാവ് ടു ആഡ് എനി മോർ പ്രൊനൗൺ, സെയിം പ്രൊനൗൺ വി ക്യാൻ യൂസ്. ഓക്കെ, ഇപ്പൊ അവിടെ ഒരാളുടെ പേരാണ് തന്നിട്ടുണ്ടായിരുന്നതെങ്കിൽ, ഇപ്പോ ജിനു എന്നൊരു പേരാണ് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ജിനുവിന് പകരം നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഷീ എന്ന് വേണം, വാസിന്റ് ഷീ എന്ന് വേണം ചോദിക്കാൻ. കാരണം ജിനു എന്താണ്? ഒരു പേരാണ്, ദാറ്റ് ഈസ് നോട്ട് എ പ്രൊനൗൺ. അപ്പൊ നമുക്ക് ജിനു എന്ന് പകരം എന്ത് യൂസ് ചെയ്യണം? ഒരു പ്രൊനൗൺ യൂസ് ചെയ്യണം. സോ ഷീ യൂസ് ചെയ്ത് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എഴുതിയിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് അറ്റ് ദി എൻഡ് ഓഫ് ദാറ്റ് ക്വസ്റ്റ്യൻ ടാഗ് വി മസ്റ്റ് പുട്ട് വൺ ക്വസ്റ്റ്യൻ മാർക്ക്. അങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് നമ്മൾ ആ സ്റ്റേറ്റ്മെന്റിനെ കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത്? ഷീ വാസ് സിക്ക്, അവള് സിക്ക് ആയിരുന്നു എന്നാണ് ഒരു സ്റ്റേറ്റ്മെന്റ് പറയാം. അങ്ങനെ ആയിരുന്നില്ലേ എന്ന് നമുക്ക് ഒന്നും കൂടി ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാസിൻ ഷീ, അങ്ങനെ ആയിരുന്നില്ലേ എന്നൊന്ന് കൺഫേം ചെയ്യുന്നതിനാണ് നമ്മൾ ഈ റൈറ്റ് എന്നുള്ള അല്ലെങ്കിൽ യാ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്താ പറയാ ഇൻഫോർമലി യൂസിങ് വേർഡ്സ് അവോയ്ഡ് ചെയ്തിട്ട് നമ്മളൊരു പ്രോപ്പർ വേയിൽ വെൻ വി കമ്മ്യൂണിക്കേറ്റ് ഇൻ എ ഫോർമൽ സിറ്റുവേഷൻ വി മസ്റ്റ് യൂസ് ദീസ് ക്വസ്റ്റ്യൻ ടാഗ്സ്. ഓക്കെ, ഇൻ ഓർഡർ ടു മേക്ക് ദ കമ്മ്യൂണിക്കേഷൻ എ ബിറ്റ് ഫോർമൽ വൺ. സോ ഇനി ഞാൻ എന്ത് ചെയ്യാം? ഞാൻ എന്റെ നോട്ട്സ് പ്രസന്റ് ചെയ്യാം. ആ നോട്ട്സിൽ ഇത് മാത്രമല്ല, നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പൊ അത് നമുക്ക് വൺ ബൈ വൺ നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണെന്ന്. ഇപ്പം ക്വസ്റ്റ്യൻ ടാഗിനെ പറ്റി പറയുമ്പോൾ ക്വസ്റ്റ്യൻ ടാഗ്സ് ആർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ദാറ്റ് ആർ ആസ്ഡ്. ഓക്കെ, ഇപ്പൊ ക്വസ്റ്റ്യൻ ടാഗ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. ദേ ആർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പൊ വാസിൻ ഷീ എന്ന് ചോദിച്ചാൽ അതാണ് ഇവിടുത്തെ ടാഗ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ടാഗ്സ് ആർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ദാറ്റ് ആർ ആസ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് എ സെന്റൻസ്. യൂഷ്വലി ഇൻ സ്പോക്കൺ ഇംഗ്ലീഷ് മീൻസ് വെൻ വി കമ്മ്യൂണിക്കേറ്റ്, യൂഷ്വലി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്താണ് ഈ ടാഗ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ്സ് നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുക. ഇനി the question tags turn a sentence into a question and are asked to and are used to ask for confirmation. Tag questions are made using an auxiliary verb. അതറിയാലോ, ബ്രാക്കറ്റിൽ കുറച്ച് ഓക്സിലറി വെർബ്സ് തന്നിട്ടുണ്ട്. അതേപോലെ ഒരു സബ്ജക്ട് പ്രൊനൗൺ ഉണ്ടാവും. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സബ്ജക്റ്റിന് അനുസരിച്ചിട്ട് നമ്മൾ പ്രൊനൗൺ യൂസ് ചെയ്യണം. ഇനി ക്വസ്റ്റ്യൻ ടാഗ് ഫോം ചെയ്യുമ്പോൾ ആസ് ഐ സെഡ് ഏർലിയർ ഓക്സിലിയറി വെർബ് അല്ലെങ്കിൽ നമ്മൾ ഹെൽപ്പിംഗ് വെർബ് യൂസ് ചെയ്യണം. അതിന്റെ കൂടെ വേണം നമ്മൾ സബ്ജക്ട് പ്രൊനൗൺ യൂസ് ചെയ്യാം. സോ ഫസ്റ്റ് വി മസ്റ്റ് യൂസ് ഓക്സിലിയറി വെർബ് ഓർ ഹെൽപ്പിംഗ് വെർബ്, ദെൻ വി ഹാവ് ടു യൂസ് ദി പ്രൊനൗൺ, സബ്ജക്ട് പ്രൊനൗൺ. ഇനി അത് നമ്മൾ ഫോം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് തന്നെ ഒന്നുകൂടി വായിക്കുന്നതേ ഉള്ളൂ. A comma at the end of the statement followed by a question tag and a question mark. Use pronouns in the question tag. If a pronoun is given in the sentence, use the same pronoun. If a noun acts as the subject, അതായത് പ്രൊനൗണിന് പകരം ഒരു നൗൺ ആണ് തന്നിരിക്കുന്നത്, അതായത് ഒരു പ്ലേസോ ഒരു പ്ലേസിന്റെ പേരോ അല്ലെങ്കിൽ ഒരാളുടെ പേരോ അല്ലെങ്കിൽ ഒരു അനിമൽ ആകാം അല്ലെങ്കിൽ ഒരു ബേർഡ് ആകാം അല്ലെ, അല്ലെങ്കിൽ ഒരു വസ്തു ആകാം, ആ പേരുകളാണ് തന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അതിന്റെ ജെൻഡറോ അല്ലെങ്കിൽ നമ്പറോ അനുസരിച്ചിട്ട് അതിന്റെ പ്രൊനൗൺ നമ്മൾ കണ്ടെത്തി യൂസ് ചെയ്യണം. ഇനി എപ്പോഴും ഇതിന്റെ ഷോർട്ട് വേർഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ആ കോൺട്രാക്റ്റഡ് വേർഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അർത്ഥം ഷോർട്ട് വേർഷൻ ആണ്, ഷോർട്ട് ഫോം ഓഫ് ദി ഹെൽപ്പിംഗ് വേർബ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഇനി നോട്ട് എന്നുള്ളത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ഫോം ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നു. അതിന് എക്സാമ്പിൾ ഡിഡ് നോട്ട് എന്ന് ഒരിക്കലും എഴുതില്ല, പകരം ഡിഡിന്റ്, ഹാഡിന്റ് എന്നാണ് പറയുക. ഇനി വില്ലിന്റെ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിൽ നോട്ട് എന്ന് സെപ്പറേറ്റ് ആയിട്ട് പറയും, പക്ഷെ നമ്മൾ അതിന്റെ ഷോർട്ട് ഫോം നമ്മൾ ഉണ്ടാക്കുമ്പോൾ വിൽ നോട്ട് എന്നുള്ളത് വോണ്ട് എന്നാണ് വരിക. ഓക്കെ, അതേപോലെ ഷാൽ നോട്ടിനും ഒരു വ്യത്യാസം ഉണ്ട് അല്ലെ. വാട്ട് ഈസ് ദ ഷോർട്ട് ഫോം ഓഫ് ഷാൽ നോട്ട്?
should, ഷുഡ് എന്നുള്ളത് ഷാലിന്റെ പാസ്റ്റ് ആണ്. ഷാൽ നോട്ടിന്റെ ഷോർട്ട് ഫോം എന്താണ്? ഇപ്പൊ ഡിഡിന്റ്, ഹാഡിന്റ്, വോണ്ട് എന്ന് പറയുന്നത് പോലെ ഷാൽ നോട്ടിന്റെ ഷോർട്ട് ഫോം നമ്മൾ ആ ക്വസ്റ്റ്യൻ ടാഗ് എഴുതുമ്പോൾ ഷാൽ നോട്ട് എന്ന് എഴുതാൻ പറ്റില്ലല്ലോ. എന്തായിരിക്കും ഷാൽ നോട്ടിന്റെ? വിൽ നോട്ടിന്റെ വോണ്ട് ആണ്. അതേപോലെ ഷാൽ നോട്ടിന്റെ ഷാൻഡ് ആണ്. ഓക്കെ, SHAN ഷാൻഡ്. ഓക്കെ, അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഇനി ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ ടാഗിന്. രാജേഷ് വാസ് ഈറ്റിംഗ് ഹിസ് ലഞ്ച്. അങ്ങനെ ഒരു സെന്റൻസ് നമ്മൾ പറയുകയാണ്. ഓക്കെ, ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറയാണ്, രാജേഷ് വാസ് ഈറ്റിംഗ് ഹിസ് ലഞ്ച്. അപ്പൊ നമ്മൾ എഴുതുമ്പോഴാണ് ഈ കോമയുടെ കാര്യം, ക്വസ്റ്റ്യൻ മാർക്കിന്റെ കാര്യമൊക്കെ ശ്രദ്ധിക്കേണ്ടത്. പറയുന്ന സമയത്ത് നമ്മളിതൊന്നും അല്ലേ, വി ആർ നോട്ട് കെയറിങ് എനിത്തിങ്. പക്ഷെ നമ്മൾ എഴുതുമ്പോൾ എങ്ങനെയാണോ അതേപോലെ അത് പഠിച്ചു വെക്കണം. വെറുതെ സ്പീക്ക് ചെയ്യാൻ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, അതിന്റെ പക്ക ഫോർമൽ വേയിൽ നമ്മൾ പഠിച്ചു വെക്കണം. സോ ലഞ്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കോമ ഇടണം. അതിനുശേഷം ഇവിടുത്തെ ക്വസ്റ്റ്യൻ ടാഗിൽ നമുക്ക് യൂസ് ചെയ്യേണ്ട ഓക്സിലിയറി വെർബ് രാജേഷ് വാസ് ഈറ്റിംഗ് ആണ്. ഈറ്റിംഗ് ആണ് മെയിൻ വെർബ്. വാസ് എന്നുള്ളത് അവിടെ ഓക്സിലിയറി വെർബാണ്, ഹെൽപ്പിംഗ് വെർബാണ്. അപ്പൊ നമ്മൾ ഓൾറെഡി തന്നിട്ടുള്ളത് കൊണ്ട് ആ വാസ് അങ്ങനെ തന്നെ ഇവിടേക്ക് എടുത്തെഴുതുന്നു. അത് അടുത്തത് നമ്മൾ ശ്രദ്ധിക്കുന്നത്, തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ഓർ പോസിറ്റീവ്. സോ ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ആക്ച്വലി പോസിറ്റീവ്. രാജേഷ് ലഞ്ച് കഴിക്കുന്നു, ഇറ്റ്സ് എ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്. സോ വി ഹാവ് ടു മേക്ക് എ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്. സോ വാസിന് ശേഷം നോട്ട് ആഡ് ചെയ്യുക. അതിന്റെ ഷോർട്ട് ഫോം ആണ് യൂസ് ചെയ്യേണ്ടത് കൊണ്ട് വാസിന്റ് എന്ന് വരും. അതിനുശേഷം രാജേഷ് ഈസ് ദ സബ്ജക്ട് ഹിയർ. സിൻസ് രാജേഷ് ഈസ് എ നൗൺ, വി ഹാവ് ടു യൂസ് ദ പ്രനൗൺ ഫോർ ദ നൗൺ രാജേഷ്. രാജേഷ് എന്നുള്ളതിന്റെ ജെൻഡർ അനുസരിച്ചിട്ട് എന്താണ്, ഒരു മെയിൽ ആയതുകൊണ്ട് നമ്മൾ ഹി എന്നുള്ള പ്രൊനൗൺ യൂസ് ചെയ്യുന്നു. ക്വസ്റ്റ്യൻ മാർക്ക് നമ്മൾ ആഡ് ചെയ്യുന്നു അറ്റ് ദി എൻഡ് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്. അങ്ങനെ നമ്മൾ സ്റ്റേറ്റ്മെന്റിനെ ഒരു ക്വസ്റ്റ്യൻ ആക്കി മാറ്റി അല്ലേ. അപ്പോൾ വാസിന്റ് ഹി എന്നുള്ളതാണ് ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് അല്ലെങ്കിൽ ടാഗ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ, റൈറ്റ്? yes, yes. ഓക്കെ, Yes, teacher. സോ ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് ഞാൻ റൈറ്റ് യൂസ് ചെയ്തു. അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ടാഗിന്റെ രീതിയിലാണ് പറയുക എന്നുണ്ടെങ്കിൽ ഈസിന്റ് ഇറ്റ് എന്ന് വേണം ചോദിക്കാൻ. ഓക്കെ, ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. ഈസിന്റ് ഇറ്റ് എന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾ ആ പറഞ്ഞ പോലെ ആൻസർ എന്ത് വരും? യെസ് ഇറ്റ് ഈസ് എന്നുള്ള രീതിയിൽ ആൻസർ പറയും. സോ അടുത്ത നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ വിൽ നോട്ടിന്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് വോണ്ട് ആണ് നെഗറ്റീവ് ആക്കുമ്പോൾ. അതേപോലെ എന്താ ഷാൽ നോട്ടിന്റെ ഷാൻഡ് ആണ്. അതേപോലെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും തെറ്റ് വരുത്തുന്നതായുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ആം നോട്ട് നമ്മൾ പറയാറുണ്ട് അല്ലെ. ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു സെന്റൻസ് ആണ്. പക്ഷേ ഇപ്പൊ ആ ഒരു സെന്റൻസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ഫ്രെയിം ചെയ്യുമ്പോൾ ഈ ആം നോട്ട് എന്ന് തന്നിട്ടുണ്ട്. അപ്പം ഐ ആം ഇൻട്രസ്റ്റഡ് അങ്ങനെ എടുക്കാം. ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ ദി സബ്ജക്ട്. സോ ഐ ആം ഇൻട്രസ്റ്റഡ് എന്ന് പറയുമ്പോൾ ആം നോട്ട് എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യാം. പക്ഷെ അതിന്റെ ഷോർട്ട് ഫോം ആക്കുമ്പോൾ ആമിന്റ് എന്നൊരിക്കലും എഴുതാറില്ല. അതൊരു തെറ്റായ ഒരു യൂസ് ആണ്. ആമിന്റ് എന്നുള്ളൊരു ഷോർട്ട് ഫോം നമുക്ക് ഇംഗ്ലീഷിൽ ഇല്ല. പകരം ആം നോട്ട് എന്ന് സെപ്പറേറ്റ് യൂസ് ചെയ്യാം. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗിൽ നമുക്ക് എപ്പോഴും എന്ത് വേണം യൂസ് ചെയ്യാൻ? നോട്ട് ചേർക്കുമ്പോൾ ഷോർട്ട് വേർഷൻ വേണം യൂസ് ചെയ്യാൻ അല്ലെ, ഷോർട്ട് ഫോം വേണം യൂസ് ചെയ്യാൻ. സോ ആം നോട്ടിന്റെ ഷോർട്ട് ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറിന്റ് എന്നാണ്. ഓക്കെ, അത് പഠിച്ചു വെക്കുക. ആം നോട്ടിന്റെ ഷോർട്ട് ഫോം ആറിന്റ് എന്നാണ്. ഇറ്റ് ഈസ് നോട്ട് ആമിന്റ്. ആമിന്റ് ഇസ് എ റോങ് യൂസേജ്. ഓക്കെ, സോ ആം നോട്ടിന്റെ ഷോർട്ട് ഫോം ആറിന്റ് എന്നാണ്. ഫോർ എക്സാമ്പിൾ താഴെ 2 എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ഐ ആം ഫൈൻ എന്നൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അതിനെ നമ്മളൊരു ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുമ്പോൾ എന്താണ്, നമ്മൾ കോമ ഇട്ടതിന് ശേഷം ആം ആണ് ഓക്സിലിയറി വെർബ്. സോ നമ്മൾ ആം എടുക്കുകയാണ്. പക്ഷെ അതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് നമുക്കറിയാം ഒരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് വേണം ഉണ്ടാക്കാൻ അല്ലെ. സോ ആമിന്റ് എന്ന് യൂസ് ഇല്ലാത്തത് കൊണ്ട് ആം നോട്ട് എന്ന് വരുന്നതിന്റെ ഷോർട്ട് ഫോം എന്തായിട്ട് നമ്മൾ എഴുതണം? ആറിന്റ് എന്നാക്കിയിട്ട് ഐ ഓൾറെഡി അവിടെ പ്രോനൗൺ ഉണ്ട്, അതുകൊണ്ട് സെയിം പ്രോനൗൺ നമ്മൾ യൂസ് ചെയ്ത് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, താഴെയും അതേപോലെ ഐ ആം റൈറ്റ് ഗിവൺ ഐ ആം റൈറ്റ്. സോ ആം നോട്ട് എന്നല്ല ആറിന്റ് എന്ന് വേണം യൂസ് ചെയ്യാൻ. ആറിന്റ് ഐ എന്ന് വേണം ചോദിക്കാൻ. ഓക്കെ,
ഇനി വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മേരി ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് എന്നൊരു സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ മേരി ആണ് സബ്ജക്റ്റ്, സ്പീക്ക് എന്നുള്ളത് മെയിൻ വെർബാണ്, ക്യാൻ ആണ് ഓക്സിലിയറി വെർബ്. അപ്പൊ ഓഫ് കോഴ്സ് വെൻ വി മേക്ക് ക്വസ്റ്റ്യൻ ടാഗ് we are actually analyzing the statement is negative or positive. So this given statement is actually positive, so negative question tag. So can is the auxiliary verb and we have to make the negative question tag. So can not. So the short form is can't. Then Mary is the subject. We can't use the noun as it is. We have to use the pronoun instead of a noun. So Mary is actually what, a female. So we have to use she after can't. So can't she, then question mark. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ഫോം ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ ടാഗ് ഫോം ചെയ്യുന്നത്. ഇനി വേറൊരു സ്റ്റേറ്റ്മെന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ ആറിൻറ്റ് ഫണ്ണി. ഓക്കെ, ദേ ആറിൻറ്റ് ഫണ്ണി. ഇവിടെ ഈ സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. അതെന്താണ്, അല്ലെങ്കിൽ അവര് ഒട്ടും ഫണ്ണി ആയിരുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ആയിരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനത്തെ ക്വസ്റ്റ്യൻ ടാഗ് വേണം ഫ്രെയിം ചെയ്യാൻ? പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് വേണം ഫ്രെയിം ചെയ്യാൻ. സോ ഇവിടെ ആർ എന്നുള്ളതാണ് ഓക്സിലിയറി വേർബ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വേർബ്. സോ നമ്മൾ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആയതുകൊണ്ട്, സോറി, നെഗറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ഫ്രെയിം ചെയ്യണം. സോ ഇവിടെ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ഫ്രെയിം ചെയ്യാൻ എളുപ്പം അല്ലേ. ആ നെഗറ്റീവ് ആക്കുമ്പോഴാണ് നമുക്ക് ചില കാര്യങ്ങൾ ഓർക്കേണ്ടതുള്ളൂ. ഇവിടെ ഓൾറെഡി പോസിറ്റീവ് ആവുമ്പോൾ അതേ ഓക്സിലിയറി വേർബ് അങ്ങനെ തന്നെ എടുത്തെഴുതിയാൽ മതി. സോ ആറിൻറ്റ് എന്നുള്ളതിന്റെ ആർ എടുക്കുന്നു. അതേപോലെ ഇവിടെ ഓൾറെഡി ദേ എന്നുള്ള പ്രോനൗൺ തന്നിട്ടുണ്ട് സബ്ജക്റ്റ് ആയിട്ട്, അതുകൊണ്ട് സെയിം പ്രോനൗൺ യൂസ് ചെയ്ത് വളരെ സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻ ടാഗ് ഫ്രെയിം ചെയ്യുന്നു. സോ ആർ ദേ എന്ന് നമ്മളത് വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ? ഇത്ര വരെ ക്ലിയർ അല്ലേ? Yes, teacher. ഇനി അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് കമ്പൽസറി ഓർ നെസസറി ദാറ്റ് എന്ത് വെർബ്, അതായത് സോറി ഓക്സിലിയറി വെർബ് ഡയറക്ട്ലി സെന്റൻസിൽ തരണം നിർബന്ധമൊന്നുമില്ല അല്ലെ. ചില സമയങ്ങളിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആ സെന്റൻസിൽ ഓക്സിലിയറി വെർബ്സിനെ കാണാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്സ് ഒക്കെ പഠിച്ച സമയത്ത് എന്താ, അതായത് സിംഗുലർ പ്ലൂറൽ ഒക്കെ പഠിച്ച സമയത്ത് ഇത് പഠിച്ചിട്ടുണ്ടാവും. ഒരു സെന്റൻസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഡൂവും ഡസും ഡിഡും വെച്ചിട്ടൊക്കെ ചെയ്യുന്നത് അല്ലേ. ഇപ്പൊ ഇവിടെ ഒരു സെന്റൻസ് എടുക്കാണ്. ഇനി ചില സമയങ്ങളിൽ എന്താണ് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഓക്സിലിയറി വെർബ് തന്നിട്ടില്ലെങ്കിൽ എങ്ങനെ ക്വസ്റ്റ്യൻ ടാഗ് ഫ്രെയിം ചെയ്യാമെന്നാണ് നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത്. ഇവിടെ ഒരു സെന്റൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ യു പ്ലേ ദ ഗിറ്റാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇവിടെ സബ്ജക്ട് അറിയാലോ, യു ആണ് അല്ലെ. പ്ലേ ആണ് വെർബ്, അതേപോലെ ഗിറ്റാർ എന്നുള്ള ഒബ്ജക്റ്റും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ഫ്രെയിം ചെയ്യാണ്. ഗിറ്റാറിന് ശേഷം കോമ ഇടുന്നു, പക്ഷെ ഓക്സിലറി വെർബ് കണ്ടെത്തണം അല്ലെ. സോ നമ്മൾ എന്ത് ചെയ്യും? പ്ലേ എന്നുള്ള മെയിൻ വെർബ് എടുക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ നമ്മൾ ഡൂവും ഡസും യൂസ് ചെയ്യുന്നത് പ്രസന്റ് ടെൻസിലാണ് അല്ലെ. ഡൂവും ഡസും യൂസ് ചെയ്യുന്നത് പ്രസന്റ് ടെൻസിലാണ്. അതേപോലെ തന്നെ അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഡിഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ യു പ്ലേ എന്നുള്ളത് എന്താണ്, പ്രസന്റ് ടെൻസിലാണ് തന്നിട്ടുള്ളത്. കാരണം പ്ലേഡ് എന്ന് തരണമായിരുന്നു പാസ്റ്റ് ടെൻസ് ആവണമെങ്കിൽ. ഇവിടെ പ്ലേ എന്നുള്ളത് ജസ്റ്റ് ആസ് ഇറ്റ് ഈസ് ആ വെർബ് തന്നിട്ടുള്ളത് കൊണ്ട് മനസ്സിലായി ഇത് സിമ്പിൾ മീൻസ് പ്രസന്റ് ടെൻസിലാണ്. ഈ സെന്റൻസ് മൊത്തം സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്, അതായത് പ്രസന്റ് ടെൻസിലാണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ നോക്കേണ്ടത് പ്ലേ എന്നുള്ളതിൽ നിന്ന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുകയാണ് അല്ലെ. എന്ത്, ഈ ഓക്സിലറി വെർബിനെ സ്പ്ലിറ്റ് എങ്ങനെ ചെയ്തെഴുതാം? പ്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ യു സബ്ജക്റ്റ് ആണ് അല്ലെ, പ്ലൂറൽ വേയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഡു പ്ലസ് പ്ലേ എന്നാണ് വരിക. ഓക്കെ, ഇപ്പൊ അവിടെ ഒരു ഷീ ആയിരുന്നു എന്ന് കരുതുക. ഷീ പ്ലേസ് എന്ന് വരും, PLAYS. ഷീ പ്ലേസ് ദ ഗിറ്റാർ എന്നാണ് വരിക. അപ്പൊ ഷീന് ശേഷം നമുക്കറിയാലോ സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് പഠിച്ചത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അത് ഇവിടെ നമുക്ക് ആവശ്യം വരുന്ന ഒന്നാണ്. സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? മറന്നുപോയോ? ഫോർഗോട്ട്? Yes, teacher. Forgot. അത് ഒരിക്കലും മറക്കരുത് കേട്ടോ.
അത് മറന്നാൽ പിന്നെ നമ്മൾ ഇത്രയും ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തതിനൊരു എന്താ പറയാ ഒരു ഫലമില്ലാത്ത പോലെയായിപ്പോ. ഓക്കെ, ഇതൊരു വെറുതെ ഒരു ഫ്യൂട്ടൈൽ ആയിട്ടുള്ള ഒരു കാര്യമായിപ്പോ. അതായത് നമ്മൾ എന്ത് സംസാരിക്കുമ്പോഴും ടെൻസ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ആ ടെൻസിന്റെ ഒപ്പം തന്നെ നിൽക്കുന്ന ടെൻസും ഈ പറഞ്ഞ സബ്ജക്ട് വെർബ് എഗ്രിമെന്റും ആണ് മെയിൻ ആയിട്ട് വേണ്ടത്. അത് രണ്ടും ഇപ്പൊ ക്വസ്റ്റ്യൻ ടാഗ് ഇപ്പൊ നമ്മൾ എങ്ങാനും മറന്നുപോയാലും നമുക്ക് ഓക്കെ അഡ്ജസ്റ്റ് ചെയ്യാം എങ്ങനെയെങ്കിലും. പക്ഷെ സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് ആൻഡ് ടെൻസസ് നമ്മൾ മറന്നുപോയാൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അത് പ്രോപ്പർ ആയില്ലെങ്കിൽ കേൾക്കുന്ന ആൾക്ക് ഒന്നും തന്നെ മനസ്സിലാവില്ല. സോ ഇറ്റ് വിൽ അഫക്റ്റ് അവർ കരിയർ. ഓക്കെ, സോ പ്രൊഫഷണലി ഇറ്റ് വിൽ അഫക്റ്റ്. സേ സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട് അതിനകത്ത്, കുറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സിംഗുലർ പ്ലൂറൽ എന്നൊക്കെ പറഞ്ഞിട്ട് സിമ്പിൾ ആയിട്ട് എങ്ങനെ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് പഠിക്കാൻ ആവശ്യമുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആവണം. ഓക്കെ, അത് ഓർത്തു വെക്കാൻ ഒരു എളുപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് എങ്ങനെയാ എല്ലാ കാര്യങ്ങളും ഒരേപോലെ ചെയ്യുന്നവരുണ്ടാവും അല്ലെ. എവിടെ പോയാലും ഒരേപോലത്തെ മാച്ച് ചെയ്ത ഡ്രസ് ഇടുക, എന്തും ഒരേപോലെ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുക. അതേപോലെ തന്നെയാണ് ഈ സബ്ജക്റ്റും വെർബും. അവർ രണ്ടുപേരും ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സാ, അവർ ഒരേപോലെ പോകുള്ളൂ, അങ്ങനെ ഓർത്തു വെക്കുക. സോ സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആവണം. ഇനി സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറൽ ആവണം. ഓക്കെ, സോ ഇഫ് സബ്ജക്ട് is singular, verb must be singular, and if subject is plural, then verb should be plural. ഇനി വേറൊരു കാര്യം അറിയേണ്ടത്, എല്ലാ വെർബ് ഫോംസും നമ്മൾ യൂസ് ചെയ്യുന്നത്, അതായത് ഇപ്പൊ പ്ലേ ആയിക്കോട്ടെ, സിങ് ആയിക്കോട്ടെ, ഡാൻസ്, ജംപ്, റൈറ്റ്, റൺ, അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ആക്ഷൻ വേർഡ്സ്, അതായത് വേർബ്സ് എല്ലാം തന്നെ പ്ലൂറൽ ഇൻ ഫോം ആണ്. അതായത് അതെല്ലാം പ്ലൂറലിലാണ് ഓൾറെഡി ഉള്ളത്. അത് മെയിൻ ആയിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ, സോ എല്ലാ വെർബ് ഫോംസും പ്ലൂറലിനാണുള്ളത്. സോ നമ്മൾ സെന്റൻസ് ഫ്രെയിം ചെയ്യുമ്പോൾ അത് ഓർത്ത് വെച്ചിട്ട് ആദ്യം തന്നെ എന്ത് ചെയ്യുക, നമ്മൾ യൂസ് ചെയ്യുന്ന സബ്ജക്റ്റ് എടുക്കുക. ഓക്കെ, അപ്പൊ ഷീ ആണ് നമ്മൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഷീ എന്നുള്ളത് എന്താണ്, സിംഗിൾ ആണ് അല്ലെ, സിംഗുലർ ആണ്. അപ്പൊ വെർബ് സിംഗുലർ ആവണല്ലോ, അതാണ് എഗ്രിമെന്റ് അല്ലോ. ഇവിടെ ഷീ പ്ലേ ഗിറ്റാർ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. കാരണം പ്ലേ എന്നുള്ളത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ഇസ് പ്ലൂറൽ ഇൻ ഫോം. അപ്പൊ നമ്മുടെ എഗ്രിമെന്റ് അനുസരിച്ച് രണ്ടുപേരും ഒരേപോലെ പോവേണ്ടതുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, പ്ലേയിനെ സിംഗുലർ ആക്കി മാറ്റണം. അപ്പൊ ഷീ സിംഗുലർ ആണ്, അപ്പൊ പ്ലേയിനെ സിംഗുലർ ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, SES ഓർ IES നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണ് നമ്മൾ ഈ ഇപ്പൊ ക്രൈ ആണെങ്കിൽ ക്രൈസ് എന്നാകും, അതേപോലെ പ്ലേ പ്ലേസ് എന്ന് വരും. ഓക്കെ, ഇപ്പൊ ഡാൻസ് ആണെങ്കിൽ ഡാൻസസ് എന്നാകും. അപ്പൊ അങ്ങനെ ആ മാറ്റങ്ങൾ വരുത്തണം. സോ ഇവിടെ ഷീ ആയതുകൊണ്ട് പ്ലേയിനെ നമ്മൾ എസ് ആഡ് ചെയ്ത് പ്ലേസ് ആക്കണം. ഷീ പ്ലേസ് ദ ഗിറ്റാർ എന്ന് പറഞ്ഞാൽ അത് സെന്റൻസ് സ്ട്രക്ചർ കറക്റ്റ് ആയി. സോ ഷീ സിംഗുലർ ആണ്, പ്ലേസ് എന്നുള്ളതും സിംഗുലർ ആയി. അപ്പൊ നമ്മൾ പ്ലേസ് എന്നുള്ളതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ പിരിച്ചെഴുതും മലയാളത്തിൽ അല്ലേ. അതേപോലെ നമുക്ക് ഓക്സിലിയറി വേർബ് യൂസ് ചെയ്ത് അതിനെ പിരിച്ചെഴുതാം. അതായത് ഡൂവും ഡസും വെച്ചിട്ട് അതിനെ പിരിച്ചെഴുതാം. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷീ, ഹി, ഷീ, ഇറ്റ് എടുക്കുകയാണെങ്കിൽ ഈ സിംഗുലർ ഫോംസിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഓക്സിലിയറി വേർബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡസ് ആണ്. ഓക്കെ, ഡസ്, ഡൂവും ഡസിലും ആണ് പറയുന്നത്, ഡസ് ആണ് യൂസ് ചെയ്യുക. ഹി, ഷീ, ഇറ്റിന്റെ കൂടെ ഡസ് വേണം യൂസ് ചെയ്യാൻ, സിംഗുലർ ആണെന്ന് കാണിക്കാൻ. അതേപോലെ നമ്മൾ ഐയോ അല്ലെങ്കിൽ യു, വി, ദേ എന്നൊക്കെ പറയുമ്പോൾ അത് പ്ലൂറൽ ആണ് അല്ലെ. പ്ലൂറൽ ആയതുകൊണ്ട് ഡു വേണം യൂസ് ചെയ്യാൻ. യു ഡു, വി ഡു, ദേ ഡു, ഐ ഡു, അങ്ങനെയാ പറയാ. ഷീ ഡസ്, ഹി ഡസ്, ഇറ്റ് ഡസ്, അങ്ങനെയാണ് വരിക. സോ ഇപ്പം ഷീ പ്ലേസ് ആയതുകൊണ്ട് ഡസ് ആണ് യൂസ് ചെയ്യേണ്ടത് അല്ലേ. അപ്പൊ ഷീ ഡസ് പ്ലസ് പ്ലേ ആണ് വരിക. അപ്പൊ നമ്മൾ ഓൾറെഡി മനസ്സിലായി ഡസ് ആണ് അവിടെ ഓക്സിലിയറി വേർബ് എന്ന്. അതേപോലെ യു പ്ലേ ആണെങ്കിൽ യുവിന്റെ കൂടെ എപ്പോഴും വരിക എന്താന്ന് ഞാൻ പറഞ്ഞു, ഡു ആണ് വരിക അല്ലെ. യുവിന്റെ കൂടെ വരുന്നത് ഡു ആണ് പ്രസന്റ് ടെൻസിൽ, പ്ലൂറൽ ആയതുകൊണ്ട്. സോ യു ഡു പ്ലേ ദ ഗിറ്റാർ എന്നാണ് നമ്മൾ ശരിക്കും പ്ലേനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡു പ്ലസ് പ്ലേ വരും. പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ ഡസ് പ്ലസ് പ്ലേ എന്നാ വരിക. സോ ഇവിടെ വരുമ്പോൾ എന്താണ്, ഡു, യു ആയതുകൊണ്ട് പ്ലൂറൽ ആണ്, അതുകൊണ്ട് നമ്മൾ ഡു ആണ് യൂസ് ചെയ്യുക. സോ യു ഡു പ്ലേ ദ ഗിറ്റാർ എന്നുള്ളതിനെയാണ് നമ്മൾ യു പ്ലേ ദ ഗിറ്റാർ എന്ന് എഴുതുന്നത്. സോ നമ്മൾ അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം, ഡു ആണ് ഇവിടെ ഓക്സിലിയറി വേർബ് ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ യൂഷ്വലി എഴുതുന്ന പോലെ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് അതിന് നമ്മൾ നെഗറ്റീവ് ആക്കുന്നു. അപ്പോൾ ഡൂവിന്റെ കൂടെ നോട്ട് ആഡ് ചെയ്യും, അങ്ങനെ ഡോണ്ട് ആകും.
ഓൾറെഡി പ്രോനൗൺ തന്നിട്ടുള്ളത് കൊണ്ട് സെയിം പ്രോനൗൺ ആഡ് ചെയ്യുന്നു, ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നു. സോ യു പ്ലേ ദ ഗിറ്റാർ, ഡോണ്ട് യു എന്ന് നമ്മൾ കൺഫേം ചെയ്യുന്നു. അങ്ങനെയാണ് വരിക. ഇനി പാസ്റ്റ് ടെൻസിലും വരാം വെർബ് അല്ലേ. പി പറയാണ് എന്താണ്, ഡൂവും ഡസും പ്രസന്റ് ടെൻസിലാണ് കാണിക്കുന്നതെങ്കിൽ ഇതിന്റെ രണ്ടിനും കൂടി ഒറ്റ പാസ്റ്റ് ടെൻസ് ആണ് ഉള്ളത്. അതാണ് ഡിഡ് എന്ന് പറയുന്നത് അല്ലെ. ഡൂവിന്റെ പാസ്റ്റ് ടെൻസ് ഡിഡ് ആണ്, ഡസിന്റെ പാസ്റ്റ് ടെൻസും ഡിഡ് ആണ്. സോ ഇവിടെ പാസ്റ്റ് ടെൻസ് ഫ്രെയിം ചെയ്യാൻ എളുപ്പമാണ്. കാരണം അവിടെ നമ്മൾ സിംഗുലർ പ്ലൂറൽ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല അല്ലെ. എന്തിനും ഇപ്പൊ ഡൂ ആണ് പ്ലൂറൽ ആണെന്നുണ്ടെങ്കിലും ഡസ് ആണ് അതായത് സിംഗുലർ ആണെന്നുണ്ടെങ്കിലും രണ്ടിനും സെയിം പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് നമുക്ക് ഡിഡ് അങ്ങ് എളുപ്പത്തിന് യൂസ് ചെയ്യാം. അപ്പം ദേ വെന്റ് ടു ദ സിനിമ തന്നിരിക്കുക, അവര് സിനിമ കാണാൻ പോയി എന്നുള്ള അർത്ഥത്തിൽ, അല്ലെങ്കിൽ തിയേറ്ററിൽ പോയി എന്ന് പറയാണ്. ദേ വെന്റ് ടു ദ സിനിമ. സോ ഇവിടെ വെന്റ് എന്നുള്ളതാണ് മെയിൻ വെർബ് അല്ലേ. നമുക്കറിയാലോ ഡു ഇത് പാസ്റ്റ് ടെൻസ് ആണ്, വെന്റ് എന്നുള്ളത്. ഗോ ആണ് പ്രസന്റ് ടെൻസ്, വെന്റ് എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആണ്. സോ ദേ വെന്റ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് ടെൻസ് ആയി. അപ്പൊ എന്താ, അത് ഡിഡ് ആണ് വരിക എന്ന് ഓർത്ത് വെക്കുക. കാരണം ഇത് സിംഗുലർ പ്രസന്റ് ടെൻസ് അല്ലാത്തത് കൊണ്ട് രണ്ടും ഡൂവിനും ഡസിനും കൂടി വരുന്നത് ഡിഡ് ആണ് പാസ്റ്റ് ടെൻസ് വരിക. ഇവിടെ നമ്മൾ ദേ ആണ് എന്താ സബ്ജക്ട്. അതിപ്പോ ഷീ ആയിരുന്നെന്ന് വിചാരിക്കുക, ഷീ വെന്റ് എന്ന് തന്നെയാണ് നമ്മൾ പറയാ അല്ലെ. പാസ്റ്റ് ടെൻസ് എല്ലാത്തിനും സെയിം ആണ്. അവിടെ നമ്മൾ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നോക്കാറില്ല. സോ ഷീ വെന്റ് എന്ന് പറയുമ്പോൾ അവിടെ ഡിഡിന്റ് ഷീ എന്നാണ് വരിക. കാരണം സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും പാസ്റ്റ് ടെൻസ് ഒന്നേ ഉള്ളൂ, ഡിഡ്. സോ ദേ വെന്റ് ടു സിനിമ എന്ന് പറഞ്ഞാൽ ഡിഡിൻ ദേ. ഇവിടെ ഷീ അല്ലെങ്കിൽ ഹീ ആയിക്കോട്ടെ, അവിടെ അപ്പോഴും ഡിഡിൻ ഹീ, ഡിഡിൻ ഷീ, ഡിഡിൻ ദേ ഒക്കെ കറക്റ്റ് ആണ്, പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് മാത്രം. ഓക്കെ, ഇത് ക്ലിയർ ആണോ, പ്രസന്റ് ടെൻസ് ആൻഡ് പാസ്റ്റ് ടെൻസ്? Yes, teacher. ഓക്കെ. സോ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ നോട്ട്സ് എടുത്ത് പിന്നെ റെഫർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിക്കോളും. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് ഓക്കെ ആയി വരും. ഇനി ചില സമയമൊക്കെ നമുക്ക് കാണാം അല്ലെ, ഇപ്പൊ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസോ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലൊക്കെ കാണാം ആൾറെഡി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഓക്സിലിയറി വെർബ് യൂസ് ചെയ്യുന്നുണ്ട്, അതിന്റെ കൂടെ തന്നെ മെയിൻ വെർബും യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ രണ്ടും വരുന്നുണ്ട്, മെയിൻ വെർബും വരും, എന്താ ഓക്സിലിയറി വെർബും വരുന്നുണ്ട്. സോ അത് ജസ്റ്റ് ഒരു ഇതിനു വേണ്ടി പറയുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോലെ തന്നെ എവറി ടൈം വെനെവർ വി യൂസ് ക്വസ്റ്റ്യൻ ടാഗ് വി ഹാവ് ടു യൂസ് വാട്ട്, ഓക്സിലിയറി വെർബ് ടു ഫ്രെയിം ഇറ്റ്. അപ്പൊ ഓക്സിലിയറി വെർബ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? Yes, teacher. ഓക്കെ, നെറ്റിന് ചെറിയൊരു പ്രശ്നം വന്നതാ ചോദിച്ചത്. ഓക്കെ, സോ മെയിൻ വെർബും ഓക്സിലിയറി വെർബും തന്ന സെന്റൻസുകൾ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും കൺഫ്യൂസ്ഡ് ആകേണ്ട കാര്യമില്ല. കാരണം എന്താണ്, എപ്പോഴും ഓക്സിലിയറി വെർബ് വേണം നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ യൂസ് ചെയ്യാൻ. അതുകൊണ്ട് നമ്മൾ മെയിൻ വെർബ് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഓക്സിലിയറി വെർബ് ഏതാണോ തന്നിരിക്കുന്നത് ആ ഓക്സിലിയറി വെർബ് അങ്ങനെ തന്നെ എടുക്കുക. എന്നിട്ട് എന്ത് ഫ്രെയിം ചെയ്യുക, വെറിന്റ്. ഇപ്പോൾ ദേ വേർ വെയിറ്റിംഗ് ഫോർ ഹെർ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ വേർ എന്നുള്ളതാണ് നമ്മൾ എടുക്കുന്ന ഓക്സിലിയറി വെർബ്, ഓൾറെഡി ഡയറക്ട്ലി ഗിവൺ ആണ്. സോ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് നെഗറ്റീവ് ആക്കുന്നു അതിനെ. സോ വെറിന്റ്, ദെൻ ദേ എന്നുള്ളത് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇപ്പോ എന്താ പറയാ, ഇതേക്ക് പകരം അവിടെ രണ്ടാളുകളുടെ പേരാണ് തന്നിട്ടുണ്ടായിരുന്നെങ്കിലും നമ്മൾ എന്താക്കുക, രണ്ടാളുകളാവുമ്പോൾ പ്ലൂറൽ ആകും. അപ്പൊ നമ്മൾ ദേ യൂസ് ചെയ്യണം പ്രൊനൗൺ ആയിട്ട്. ഇവിടെ ഡയറക്ട്ലി തന്നിട്ടുള്ളത് കൊണ്ട് വി ക്യാൻ യൂസ് ദ സെയിം പ്രൊനൗൺ. ഓക്കെ, ഇനി അടുത്തൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ചിലപ്പോ ഈ പറഞ്ഞ പോലെ ഈ ഓക്സിലിയറി വേർബിൽ തന്നെ ചിലപ്പം ഒന്നിൽ കൂടുതൽ ഓക്സിലിയറി വേർബും വരാം അല്ലെ. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുള്ളത് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഹി വുഡ് ബി സിംഗിങ് എ സോങ് എന്ന് തന്നിരിക്കുക. പറയാലോ ഹി ആണ് ഇവിടെ സബ്ജക്റ്റ്, വുഡ് എന്നുള്ളത് ഓക്സിലിയറി വെർബാണ് അല്ലെ. അതേപോലെ ബി ഇ എന്നുള്ള ബിയും ഓക്സിലിയറി വെർബാണ്. സിംഗിങ് എന്നുള്ളത് മെയിൻ വെർബാണ്. സോ ഇവിടെ മൊത്തം 3 എണ്ണം ഉണ്ട്, 2 ഓക്സിലിയറി വെർബും ഒരു മെയിൻ വെർബും ഉണ്ട്. അപ്പൊ ഈ 2 ഓക്സിലിയറി വെർബ് മെയിൻ വെർബിന് നമുക്ക് മാറ്റാം, ആവശ്യമില്ല. അപ്പൊ ഈ ഓക്സിലിയറി വെർബ് 2 എണ്ണം ഉള്ളപ്പം കൺഫ്യൂഷൻ വരാം, ഈ വുഡ് ബി എന്നുള്ളത് രണ്ടും യൂസ് ചെയ്യണമെന്ന്. അപ്പൊ രണ്ടും യൂസ് ചെയ്യേണ്ട കാര്യമില്ല.
നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇഫ് ദർ ആർ 2 more auxiliaries or auxiliary verbs in a sentence, then the question tag needs to contain only the first auxiliary verb. ആ ക്വസ്റ്റ്യൻ ടാഗിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ആദ്യത്തെ ഫസ്റ്റ് തന്നിട്ടുള്ള ഓക്സിലിയറി വെർബ് ആണ്. ഓക്കെ, സോ ഇവിടെ ഫസ്റ്റ് തന്നിട്ടുള്ളത് വുഡ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ഫ്രെയിം ചെയ്യുമ്പോൾ വുഡ് മാത്രം എടുത്താൽ മതിയാകും. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് അതിനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി നോട്ട് ആഡ് ചെയ്യുന്നു. സോ വുഡിന്റ്, pronoun subject pronoun already given, so wouldn't he എന്നായി അത് മാറും. ഓക്കെ, ഇനി അടുത്തൊരു നോട്ട് എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എപ്പോഴും നിർബന്ധമില്ല നമ്മൾ പറയുന്ന സെന്റൻസുകൾ എപ്പോഴും ഒരാളുടെ പേര് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ ഒരു പ്രോനൗൺ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല. ചില സമയത്ത് നമ്മൾ എന്താ പറയാ, ആരാണ് ചെയ്തത് അല്ലെങ്കിൽ ആരാണ് ചിലപ്പോൾ ഒരു സ്ട്രേഞ്ചർ ആയിരിക്കാൻ വന്നിട്ടുണ്ടാകാം അല്ലെ, നമുക്ക് പേരറിയണമെന്നില്ല. സോ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ യൂസ് ചെയ്യും. ചിലപ്പോൾ എല്ലാവരും എന്നുള്ള അർത്ഥത്തിൽ എല്ലാവരും അത് ചെയ്തു അല്ലെ, അങ്ങനെ ചിലപ്പോൾ ആരും ചെയ്തില്ല, അല്ലെങ്കിൽ രണ്ടുപേരും ചെയ്തു, അല്ലെങ്കിൽ കുറച്ചു പേര് ചെയ്തു എല്ലാവരിലും, അങ്ങനെയൊക്കെ നമ്മൾ പറയുന്ന കേസുകളുണ്ട് അല്ലെ. അതായത് അങ്ങനെ പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ദോസ് ആർ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ദീസ് ആർ, ദോസ് വേർ, ദീസ് ആർ എന്ന് പറയും അല്ലെ. അപ്പം അതേപോലെ ദോസ്, ദീസ്, ഫ്യൂ, a few, അതേപോലെ എവ്രിബഡി, എവ്രി വൺ, സംബഡി, സംവൺ, എനിബഡി, എനിവൺ, നോബഡി, നോ വൺ, നൺ, നെയ്തർ, ഏതർ, ഈച്ച്, സം ഓഫ് ദം, ഓൾ ഓഫ് ദം. സോ ഇത് ഇങ്ങനെ തന്നെ ബൈഹാർട്ട് ചെയ്ത് വെക്കാൻ ചിലപ്പോൾ അത്ര എളുപ്പമായിരിക്കില്ല. സോ ഓർത്ത് വെക്കുക, ഫ്യൂ ഓർക്കാൻ സുഖാണല്ലോ, അതേപോലെ ദീസും ദോസും ഓർക്കാൻ സുഖാണ് അല്ലെ. ആൻഡ് അനദർ കേസ് ഈസ് the words ending with BODY and ONE, like everybody, somebody, anybody, nobody. Then ONE, words ends with ONE, like everyone, someone, anyone, none, no one. Okay, അങ്ങനെ ഓർത്ത് വയ്ക്കാം. അപ്പൊ അങ്ങനെയുള്ള വേർഡ്സ് വെച്ചിട്ട് നമ്മൾ സെന്റൻസ് ഫ്രെയിം ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇതെല്ലാം സിംഗുലർ ആണ് കേട്ടോ. ഇപ്പൊ എവ്രി വൺ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തെറ്റിദ്ധരിക്കും, എവ്രി കണ്ടല്ലോ, അപ്പൊ എന്താണ് അത് പ്ലൂറൽ ആണെന്ന് വിചാരിക്കും. അല്ല, എവ്രിബഡി ആയാലും എവ്രി വൺ ആയാലും ഇതെല്ലാം സിംഗുലർ ആണ്. സോ നമ്മൾ സെന്റൻസ് പറയുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് യൂസ് ചെയ്യാൻ നേരത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ എവ്രി വൺ ഹാസ് കം, ഓക്കെ, ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അപ്പൊ എവ്രി വൺ ഹാസ് കം എന്ന് പറഞ്ഞിരിക്കുക, എല്ലാവരും തന്നെ വന്നിട്ടുണ്ട്. സോ ഹാസ് ഓൾറെഡി ഓക്സിലറി വെർബ് ഉള്ളത് കൊണ്ട് നമുക്ക് എടുക്കാൻ സുഖമാണ് അല്ലെ, ഹാസ് എടുക്കാം. പക്ഷേ അതിന്റെ കൂടെ യൂസ് ചെയ്യേണ്ട പ്രോനൗൺ നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ഈ പറഞ്ഞ വേർഡ്സ് വെച്ചിട്ടാണ് സെന്റൻസ് സ്റ്റാർട്ട് ആവുന്നതെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ഈ പറഞ്ഞ ഏത് വേർഡ് വെച്ച് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്താലും നമ്മൾ യൂസ് ചെയ്യേണ്ട പ്രോനൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ആയിരിക്കണം. ഓക്കെ, ദിസ് യു ഹാവ് ടു ബൈ ഹാർട്ട്. സോ BODY വെച്ച് എൻഡ് ചെയ്യുന്ന വേർഡ്സ് ആണോ, അല്ലെങ്കിൽ ON1 വെച്ചിട്ട് എൻഡ് ചെയ്യുന്ന വേർഡ്സ് ആയിക്കോട്ടെ, ദീസും ദോസും അല്ലെങ്കിൽ ഫ്യൂ ഒക്കെ വെച്ചിട്ടാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ആയിരിക്കണം. ക്വസ്റ്റ്യൻ ടാഗിൽ യൂസ് ചെയ്യേണ്ട പ്രോനൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ആയിരിക്കണം. സോ ഓട്ടോമാറ്റിക്കലി എന്ത് വരും, ഈ ദേ ആയതുകൊണ്ട് തന്നെ ദേക്ക് മുന്നേ യൂസ് ചെയ്യുന്ന ഓക്സിലിയറി വെർബ് ഹാസ് യൂസ് ചെയ്യാൻ പറ്റുമോ? ഓൾറെഡി ദാറ്റ് ഈസ് ദി ഓക്സിലിയറി വെർബ് ഗിവൺ ഇൻ ദ സെന്റൻസ്, റൈറ്റ്? എവ്രി വൺ ഹാസ് കം എന്നാ പറഞ്ഞിരിക്കുന്നത്. സോ ഹാസിന്റ് ദേ എന്ന് നമ്മൾ ഫ്രെയിം ചെയ്താൽ ഗ്രാമാറ്റിക്കലി ഇറ്റ് വിൽ ബി റോങ് അല്ലെ. കാരണം ദേ പ്ലൂറൽ ആണ്, ഹാസ് എന്നുള്ളത് നമ്മൾ ദേ ഹാസ് എന്ന് ഒരിക്കലും പറയില്ലല്ലോ. ദേ പ്ലൂറൽ ആണ്, ദേയുടെ കൂടെ നമ്മൾ പ്രസന്റ് ടെൻസിൽ യൂസ് ചെയ്യുന്നത് ഹാവ് ആണ് അല്ലെ. ഷീ ഹാവ് എന്ന് നമ്മൾ ഷീ ഹാസ് പറയും സെന്റൻസിൽ, അതേപോലെ ഷീ ഹാവും പറയും ഒരാൾക്ക് ഒരു സാധനം ഉണ്ട് പൊസഷനെ കാണിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ദേന്റെ കൂടെ നമ്മൾ ഒരിക്കലും എന്ത് കണ്ടിട്ടില്ല, ഹാസ് യൂസ് ചെയ്ത് പറയില്ല. കാരണം ദേ പ്ലൂറൽ ആണ്, അതുകൊണ്ട് തന്നെ അതിന്റെ കൂടെ നമ്മൾ പ്രസന്റ് ടെൻസിൽ യൂസ് ചെയ്യുന്നത് ഹാവ് ആണ് അല്ലെ. അപ്പോ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഓക്സിലിയറി വെർബിൽ ചേഞ്ച് വരും, ഹാവ് എന്ന് വേണം യൂസ് ചെയ്യാൻ. സോ എവ്രിബഡി ഹാസ് കം എന്നുള്ളത് പോസിറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്. സോ ഹാവിന്റ് ദേ എന്നാണ് എന്ത് വരിക, ക്വസ്റ്റ്യൻ ടാഗ് വരുന്നത്. ഇത് ക്ലിയർ അല്ലേ? ഇസ് ഇറ്റ് ക്ലിയർ? Yes, ma'am. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു പോയിന്റ് പഠിക്കാനുള്ളത്, ചില സമയത്ത് നമ്മൾ എന്താ പറയാ, ലെറ്റസ് എന്ന് വെച്ചിട്ട് ചില സെന്റൻസുകൾ സ്റ്റാർട്ട് ചെയ്യും അല്ലേ, ലെറ്റസ്.
അപ്പം ലെറ്റസ് ഗോ ടു എ പാർട്ടി അല്ലെങ്കിൽ ലെറ്റസ് ഹാവ് സം ഫൺ അല്ലെ, അങ്ങനെ നമ്മൾ ലെറ്റസ് വെച്ചിട്ട് പറയാറുണ്ട്. സോ ഈ ലെറ്റസ് വെച്ചിട്ടാണ് ഒരു സെന്റൻസ് ബിഗിൻ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് യൂസ് ചെയ്യേണ്ടത് ഷാൽ വി എന്നായിരിക്കും. ഓക്കെ, ലെറ്റസ് ഹാവ് എ കപ്പ് ഓഫ് ടീ എന്ന് പറയുമ്പോൾ അവിടെ നെഗറ്റീവിന്റെ ആവശ്യമില്ല കേട്ടോ. അവിടെ നെഗറ്റീവ് ഒന്നും ഫ്രെയിം ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് കാണാതെ പഠിച്ചു വെക്കാം. ലെറ്റസ് വെച്ച സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കണം? ഷാൽ വി വെച്ചിട്ടാണ് നമ്മൾ പറയുക, ഷാൽ വി. അപ്പോൾ ലെറ്റസ് ഹാവ് എ കപ്പ് ഓഫ് ടീ എന്ന് പറയുമ്പോൾ ഷാൽ വി എന്ന് വേണം ചോദിക്കാൻ. ഷാൽ ആണ് വരിക. ഈ ലെറ്റസ് എന്ന് പറഞ്ഞാൽ വി എന്ന രീതിയിലാണ് വരിക അല്ലെ. സോ ഷാൽ വി ആയിരിക്കും എപ്പോഴും യൂസ് ചെയ്യുക. ഇനി അടുത്ത് പഠിക്കേണ്ട ഒരു പോയിന്റ് ആണ്, ബൈ ഹാർട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. ഇനി നേരത്തെ പറഞ്ഞ പോലെ ദീസും ദോസും അല്ലാണ്ട് തന്നെ ദിസും ദാറ്റും വെച്ചിട്ട് ഇതേപോലെ സെന്റൻസുകൾ വരാം അല്ലെ. സോ ദിസ് ദാറ്റ് വെച്ചിട്ട് സെന്റൻസുകൾ ബിഗിൻ ചെയ്യുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട പ്രൊനൗൺ ഇറ്റ് ആണ്. ദീസും ദോസും ആയിരുന്നപ്പോ ദേ സോറി ദേ ആയിരുന്നു അല്ലെ, പ്ലൂറൽ ആണ് ദീസ് ദോസ് എന്നൊക്കെ കാണിക്കുന്നത്. അപ്പൊ ദേ ആയിരുന്നു. ഇവിടെ ദിസ് ദാറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് അത് എന്നുള്ള രീതിയിലാണ്. അപ്പൊ അതിന് ഇറ്റ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. സോ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ദിസ് ഈസ് എ ഹൊറിബിൾ സൈറ്റ് എന്ന് പറയാം. ഓക്കെ, ഇതൊരു ഹൊറിബിൾ സൈറ്റ് ആണ്. അപ്പൊ ഇവിടെ ദിസ് വെച്ച് ഈ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് ഇറ്റ് വേണം നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിലെ പ്രൊനൗൺ. അത് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തു. ഇനി ഓക്സിലറി വെർബ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റേറ്റ്മെന്റിൽ എന്ത് ക്വസ്റ്റ്യൻ ടാഗ് ആണോ തന്നിട്ടുള്ളത്, എന്ത് ഓക്സിലറി വെർബ് ആണോ തന്നിട്ടുള്ളത് അതേ ഓക്സിലറി വെർബ് യൂസ് ചെയ്യുക. ഇവിടെ ഈസ് ആണ് തന്നിട്ടുള്ളത്, അതുകൊണ്ട് ഈസ് തന്നെ യൂസ് ചെയ്യുക. പോസിറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് അതിനെ നെഗറ്റീവ് ആക്കാം. സോ ഈസന്റ് ഇറ്റ് എന്ന് വേണം വരാൻ. സോ ദിസ് ഈസ് എ ഹൊറിബിൾ സൈറ്റ്, ഇസന്റ് ഇറ്റ് എന്ന് വേണം ചോദിക്കാൻ. ഇനി വേറൊരു പാസ്റ്റ് ടെൻസിൽ ഒരു സെന്റൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വാസ് ഫൈൻ സീനറി. സോ ദാറ്റ് വാസ് എന്നാ പറഞ്ഞിട്ടുള്ളത്, ദാറ്റ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ തന്നെ ഓർക്കുക പ്രൊനൗൺ എന്തായിരിക്കണം? ഇറ്റ് ആയിരിക്കണം. ഇനി വാസ് എന്നുള്ളത് ഓൾറെഡി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കാണുന്ന ഓക്സിലറി വെർബ് ആണ്. അപ്പൊ വാസ് എടുത്തു, പോസിറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് നെഗറ്റീവ് ആക്കുന്നു, വാസിന്റ് ഇറ്റ് എന്നായി വരും. ഇതാണ് ഒരു പോയിന്റ്. ഇനി വേറൊരു പോയിന്റ് ഉണ്ട്. ഇപ്പൊ ഞാൻ എപ്പോഴും നമ്മൾ ഇത്രയും നേരം പഠിച്ചതിൽ നിന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സെന്റൻസിൽ എപ്പോഴും നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ സെന്റൻസ് തന്നിട്ടുള്ളതെന്ന് നോക്കണം എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ നോട്ട് എന്ന് കാണുന്നു പറഞ്ഞു. ഇനി അത് മാത്രല്ലല്ലോ, ചില വേർഡ്സ് ഉണ്ട് നമ്മൾ ഇംഗ്ലീഷിൽ അല്ലെ, ആ വേർഡ്സിന്റെ മീനിങ് തന്നെ എന്താണ്? നെഗറ്റീവ് ആണ്. അതായത് ഇപ്പൊ ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ്സ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. കുരയ്ക്കും പട്ടി കടിക്കില്ല എന്ന് നമ്മൾ അതിന്റെ മലയാളം പറയാം. അപ്പൊ ഈ സെൽഡം ബൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ? കടിക്കില്ല എന്നാണ് അല്ലെ. അപ്പൊ ഇവിടെ നോട്ട് എന്നുള്ള വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല, പക്ഷെ സെൽഡം എന്നുള്ള വേർഡ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതിനർത്ഥം എന്താ? ദ വേർഡ് സെൽഡം മീൻസ് നെഗറ്റീവ്, അതായത് ഇല്ല അല്ലെങ്കിൽ അല്ല എന്നുള്ള അർത്ഥമാണ് അല്ലെ. അതേപോലെ ഇപ്പൊ നോബഡി എന്ന് നമ്മൾ പറഞ്ഞു, നോബഡി അല്ലെ. നോബഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അർത്ഥം എന്താ? ആരുമല്ല, അല്ലെങ്കിൽ നോ വൺ, ആരും ഇല്ല എന്നുള്ള അർത്ഥം. നത്തിങ്, ഒന്നുമില്ല അല്ലെ. നെവർ എന്ന് വെച്ചാൽ ഒരിക്കലും ഇല്ല. ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇല്ല അല്ലെങ്കിൽ അല്ല എന്നുള്ള ആ നെഗറ്റീവ് മീനിങ് ആണ്. അങ്ങനെ നെഗറ്റീവ് മീനിങ് വരുന്ന വേർഡ്സ് സെന്റൻസിൽ ഉണ്ടോ നമ്മളൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതനുസരിച്ചിട്ട് ഇപ്പൊ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഹി ഹാർഡ്ലി എവർ സ്പീക്സ് എന്ന് വെച്ചാൽ എന്താ? ഒരാള് പറയുന്ന ഒരു വ്യക്തി ആയിരിക്കാം, ഏതെങ്കിലും ഒരു ഫ്രണ്ട് ആയിരിക്കാം. ആ വ്യക്തി അധികം അങ്ങനെയൊന്നും സംസാരിക്കാറില്ല അല്ലെ. ഹാർഡ്ലി എവർ സ്പീക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ സംസാരിക്കാറില്ല എന്നാണ് അർത്ഥം. ചിലപ്പോൾ ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളായിരിക്കും, അധികം ആരോടും എന്താ പറയാ സോഷ്യൽ ആയിട്ട് അങ്ങനെ ഭയങ്കര സോഷ്യൽ ആയിട്ടുള്ള ഒരാളായിരിക്കില്ല. സോ അധികം സംസാരിക്കില്ല എന്നാണ് ഈ ഹാർഡ്ലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ആ സെന്റൻസ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുക ഈ സെന്റൻസിന്റെ അർത്ഥം അങ്ങനെ സംസാരിക്കാറില്ല, ഇല്ല എന്നാണ്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ഫ്രെയിം ചെയ്യുമ്പോൾ ഓർക്കണം സെന്റൻസ് നെഗറ്റീവിലാണ് എന്ന്. വി മസ്റ്റ് ഹാവ് ദാറ്റ് ഐഡിയ. അപ്പൊ ക്വസ്റ്റ്യൻ ടാഗ് മസ്റ്റ് ബി പോസിറ്റീവ്. അതാണ് ഇവിടെ നോട്ട് എന്നുള്ള വേർഡ് ഒന്നും ഇല്ല സെന്റൻസിൽ, പക്ഷെ ക്വസ്റ്റ്യൻ ടാഗ് എന്താണ്? പോസിറ്റീവ് തന്നെയാണ് നിൽക്കുക. സോ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡയറക്ട്ലി ദേ ഹാവ് നോട്ട് ഗിവൺ എനി ഓക്സിലിയറി വെർബ്. ഇവിടെ ഓക്സിലിയറി വെർബ് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല. പക്ഷെ മനസ്സിലാക്കുക ഈ സെന്റൻസ് ഹീ തന്നിട്ടുണ്ട്, അതേപോലെ തന്നിരിക്കുന്ന വെർബ് സ്പീക്സ് എന്നാണ്, പ്രസന്റ് ടെൻസിലാണ് അല്ലെ.
അപ്പൊ ഊഹിക്കാലോ, ഡസ് ആണ് ഹീയുടെ കൂടെ വരിക അല്ലെ? സിംഗുലർ ആയതുകൊണ്ട് ഡസ് വരും. അപ്പൊ നമ്മൾ ഡസ് ആഡ് ചെയ്തു, ഹി എന്നുള്ള പ്രോനൗൺ എടുത്തു. ഡസ് ഹി എന്ന് നമ്മൾ ചോദിക്കുകയാണ്. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിളും കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ദേ റയർലി ഈറ്റ് ഇൻ റെസ്റ്റോറൻറ്റ്സ് എന്ന് പറയാണ്. അതായത് അവര് റെസ്റ്റോറൻറ്റ്സിൽ നിന്ന് അധികം ഭക്ഷണം കഴിക്കാറില്ല എന്നാണ് ഇതിനർത്ഥം അല്ലെ? ദേ റയർലി ഈറ്റ് ഇൻ റെസ്റ്റോറൻറ്റ്സ്, അങ്ങനെ പുറത്തുനിന്ന് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സിന് അധികം ഭക്ഷണം കഴിക്കാറില്ല. സോ ഇവിടെ ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ദേ ആണ് സബ്ജക്റ്റ്, റയർലി എന്നുള്ള വേർഡ് തന്നിട്ടുള്ളതാണ് നെഗറ്റീവ് മീനിങ് ഈ സെന്റൻസിന് കൊടുക്കുന്നത് അല്ലെ? അപ്പോൾ സെന്റൻസ് നെഗറ്റീവിലായതുകൊണ്ട് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആയിരിക്കണം. അപ്പൊ ഫസ്റ്റ് നമ്മൾ ദേ എന്നുള്ള സബ്ജക്റ്റിനെ ഐഡന്റിഫൈ ചെയ്തു, പ്രോനൗൺ ഐഡന്റിഫൈ ചെയ്തു. ഇനി ഓക്സിലിയറി വെർബ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് പ്രസന്റ് ആണോ പാസ്റ്റ് ആണോ എന്ന് നോക്കുക. അപ്പൊ അതിൽ നമ്മൾ വെർബ് ഫോം എടുത്താൽ മതി അല്ലെ, നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് അറിയാൻ. ഇവിടെ ഈറ്റ് എന്നുള്ളത് എന്താണ്? പോസിറ്റീവ് സോറി പ്രസന്റ് ടെൻസിൽ തന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം സെന്റൻസ് പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ ദേ ആയതുകൊണ്ട് ഡു ആണ് വരിക അല്ലെ? ഹി സിംഗുലർ ആയതുകൊണ്ട് ഡസ് ഉപയോഗിച്ചതുപോലെ ദേ ആയതുകൊണ്ട് നമ്മൾ ഡു ഉപയോഗിക്കുന്നു. സോ ഡു ദേ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് വരിക. ഇനി നമ്മുടെ ലാസ്റ്റത്തെ ഒരു പോയിന്റ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ടാഗിൽ പഠിക്കാനുള്ളത്, നമ്മൾ ചില സെന്റൻസുകൾ ഉണ്ട് അല്ലെ, ചിലപ്പോൾ ഒരു ഓർഡർ ചെയ്യുന്ന പോലെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു അഡ്വൈസ് ചെയ്യുന്ന പോലെ ആയിരിക്കാം അല്ലെ, നമ്മൾക്കത് ചെയ്യണം എന്ന് നമ്മളോട് പറയുന്ന ചില സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഇമ്പറേറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് നമ്മൾ അതിനെ പറയാം അല്ലെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? സോ നമ്മൾ ചെയ്യണം എന്ന് നമ്മളോട് ആവശ്യപ്പെടുകയോ ചെയ്യുന്ന സെന്റൻസുകളാണ് ഇമ്പറേറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. സോ ഇങ്ങനെയുള്ള ഇമ്പറേറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ യൂസ് ചെയ്യേണ്ടത് വിൽ യു അല്ലെങ്കിൽ വുഡ് യു എന്ന് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, വിൽ യു അല്ലെങ്കിൽ വുഡ് യു നമുക്ക് ക്വസ്റ്റ്യൻ ടാഗിൽ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മൾ ലെറ്റസ് പറഞ്ഞപ്പോൾ ഷാൽ ബി എന്ന് വേണം യൂസ് ചെയ്യാന്ന് പറഞ്ഞതുപോലെ, ഇവിടെ ഇമ്പറേറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് വിൽ യു ഓർ വുഡ് യു ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഷട്ട് ദ ഡോർ അല്ലെ, അതൊരു ഓർഡർ ചെയ്യണ പോലെ, ആ ഡോർ അടയ്ക്കൂ എന്നാ പറയാ. ഷട്ട് ദ ഡോർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ടാഗ് ഈ പറഞ്ഞ പോലെ വിൽ അല്ലെങ്കിൽ വുഡ് യു ഓർ വിൽ യു ചോദിക്കാം. ഇനി ഹാവ് സം മോർ ടീ വുഡ് യു, അതായത് ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നുള്ള അർത്ഥത്തിലാണ് ചോദിക്കുക, കുറച്ചുകൂടി ടീ തരട്ടെ, ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഒഴിക്കട്ടെ എന്നുള്ള രീതിയിലാണ്. സോ ഹാവ് സം മോർ ടീ വുഡ് യു. ഓക്കെ, ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇപ്പം ക്വസ്റ്റ്യൻ ടാഗ് നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു 5 എണ്ണം. ഓക്കെ, ഇപ്പൊ ഞാൻ ഈ പ്രസന്റ് ചെയ്യുന്ന സ്ക്രീനിൽ ഫസ്റ്റ് 5 സെന്റൻസസ് എടുക്കുക. ഈ 5 സെന്റൻസസ് നിങ്ങൾക്ക് സെന്റൻസ് മുഴുവൻ എഴുതിയെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള നോട്ട്സിൽ വെറുതെ ഒന്ന് എഴുതി വെക്കുക. ആദ്യത്തെ 5 എണ്ണത്തിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ഫ്രെയിം ചെയ്യുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ ആദ്യത്തെ 5 എണ്ണം വെയിൻ ചെയ്തോളൂ കേട്ടോ. സ്ക്രീൻ മാറിപ്പോയോ? Yes, teacher.
ഓക്കെ, കഴിഞ്ഞോ? കിട്ടിയോ ഫസ്റ്റ് 5ന്റെ ആൻസേഴ്സ്? Yes, teacher. ഓക്കെ, എന്നാ പറയൂ. ഫസ്റ്റ് എന്തായിരിക്കും? ജൂഹി ഈസ് ഫ്രം മുംബൈ. Isn't she? Isn't she? കറക്റ്റ് ആണ്. Isn't she? Then second one, we are late for the movies. Aren't we? Aren't we? Then third one, Sam isn't a good boy. Is he? Is he? Correct. Then fourth one, I was wrong about this. Wasn't Wasn't I, right? wasn't I? Yes. Then fifth one, Andrew was present at the school yesterday. Wasn't he? Yes. Wasn't he? എന്നാ സിക്സ്ത് ഒന്ന് പറഞ്ഞു നോക്കൂ. You have done your homework. Haven't you? Yes, haven't you? Please stop talking. Won't you? കൊണ്ടിയാണോ? നമ്മളിപ്പോ ലാസ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്ത എന്താണ്? Will you? വില്യു അല്ലെങ്കിൽ വുഡിയു ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ട. വുഡിയു ആണ് കുറേയും കൂടി നമ്മൾ യൂസ് ചെയ്യാം. അപ്പം പക്ഷെ വില്യു കറക്റ്റ് ആണ്. ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സിൽ, ഈ ഇമ്പറേറ്റീവ് സ്റ്റേറ്റ്മെന്റ്സിൽ നമ്മൾ വില്യു ഓർ വുഡിയു വേണം യൂസ് ചെയ്യാൻ. സോ വില്യു ഓർ വുഡിയു എന്ന് നമുക്ക് എഴുതാം. ഇനി എയ്ത്ത് വൺ, ഐ ആം അഫ്രൈഡ്. ഇതൊരു ട്രിക്കി സെന്റൻസ് ആണ്, അത് ശരിക്കും വായിക്കുക. ഐ ആം അഫ്രൈഡ് ടിം ഈസ് വെരി സിക്ക്. Aren't I? ഈ Isn't he? സെന്റൻസ് ശരിക്കും Isn't he? ഈസിന്റ് ഹി ആണ് വരിക. കാരണം ഐ ആം അഫ്രൈഡ് ടിം ഈസ് വെരി സിക്ക് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഈ സെന്റൻസ് ശരിക്കും ഉദ്ദേശിക്കുന്നത് ടിം എന്നുള്ള കുട്ടി അല്ലെങ്കിൽ ആള് സിക്ക് ആണ് എന്ന് എനിക്ക് എന്താ ഒരു ഭയം ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ തോന്നുന്നു, ഒരു നെഗറ്റീവ് ഫീൽ ഉണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? ഐ ആം അഫ്രൈഡ് ടിം ഈസ് വെരി സിക്ക്. അപ്പൊ ടിം സിക്ക് ആണോ എന്നുള്ള രീതിയിലാണ് നമുക്ക് കൺഫേം വേണ്ടല്ലോ. അല്ലാണ്ട് ഞാൻ വിചാരിക്കുന്ന, എനിക്കൊരു ഭയം തോന്നുന്നു, അങ്ങനെയല്ലല്ലോ നമ്മൾ കൺഫേം ചെയ്യുക. ആ പറഞ്ഞ കാര്യം ടിം ഈസ് വെരി സിക്ക് എന്നുള്ളത് എന്താണ്, ശരിയല്ലേ എന്നുള്ള രീതിയിലാണ് നമ്മൾ കൺഫേം ചെയ്യേണ്ടത്. സോ അതാ ഞാൻ പറഞ്ഞ ഇതൊരു ട്രിക്കിയാണെന്ന്. ഐ ആം അഫ്രൈഡ് എന്ന് പറയുമ്പോൾ ഒറ്റയടിക്ക് നമ്മൾ ആറിൻ്റ് ആയി എന്ന് എഴുതരുത്. കാരണം നമ്മളിവിടെ പറയുന്ന മാറ്റർ എന്താണ്, ടിം ഈസ് വെരി സിക്ക് എന്നുള്ളതാണ്. അപ്പൊ എന്തിനെ കുറിച്ചാണോ പറയുന്നത് അതിലെ ഓക്സിലറി വെർബും സബ്ജക്റ്റും വേണം കൺസിഡർ ചെയ്യാൻ. സോ ഈസിന്റ് ഹി ആണ് വരിക. ഇനി ഷീന വോണ്ട് മൈൻഡ് ഇഫ് ഐ യൂസ് ഹെർ ബുക്ക്. Wouldn't she? വുഡിന്റ് ആയിരിക്കോ? വോണ്ട് എന്നല്ലേ തന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ പ്രസന്റ് അല്ല, സോറി, പോസിറ്റീവ് എന്താണ്? Would വില്ലാണ്. വില്ലിന്റെ നെഗറ്റീവ് ആണ് വോണ്ട് എന്ന് പറയാ. സോ വോണ്ട് എന്നതിന്റെ പോസിറ്റീവ് എന്താണ്? വില്ലാണ്. ഓക്കെ, സോ വിൽ. ദെൻ ഷീന ആയതുകൊണ്ട് ഷീ. വിൽ ഷീ എന്നാണ് ചോദിക്കുക. ലാസ്റ്റ് ഒരെണ്ണം കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദ ഗേൾ ഈസ് പ്ലേയിങ് ദ പിയാനോ. Isn't she? Isn't he? ഈസിന്റ് ഷീ. ഈസിന്റ് ഷീ അതാണ് വരിക. ഇനി ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഇന്നത്തെ എക്സാം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ക്ലാസ് ഇതാണ്, ഇംഗ്ലീഷ് ക്ലാസ് ആയിരുന്നു. നിങ്ങൾക്ക് ഇന്ന് വേറെ ക്ലാസ്സുകളൊന്നും ഇല്ല, ഇംഗ്ലീഷ് ക്ലാസ് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇനി വേറെ ലീവ് ചെയ്യാം കേട്ടോ. വേറെ ക്ലാസ്സസ് ഒന്നും ഇല്ല ഇന്ന്. അപ്പൊ നിങ്ങൾക്ക് ലീവ് ചെയ്യാമെന്ന് ആണ് പറയാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സോ അവർ ക്ലാസ് ഈസ് ഓവർ ആൻഡ് ഐ വിൽ സെൻഡ് ദീസ് നോട്ട്സ് അലോങ് വിത്ത് ദ recorded class. Okay. Thank you. Thank you, teacher. Bye bye.